നിലവിലിപ്പോൾ ബോഫയുടെ മാർക്കറ്റ് സ്ട്രാറ്റജി പ്രകാരം 2026 കാലണ്ടർ ഇയറിൽ ഒരു മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുള്ള സെക്ടേഴ്സായിട്ട് അവരിപ്പോൾ നോട്ട് ചെയ്തിരിക്കുന്നത് നിലവിൽ ഫൈനാൻഷ്യൽസ്, റിയൽ എസ്റ്റേറ്റ്, പാസഞ്ചർ ആൻഡ് കമേഴ്ഷ്യൽ വെഹിക്കിൾസ്, റെഗുലേറ്റർ, പവർ യൂട്ടിലിറ്റീസ്, കൺസംഷൻ എന്നീ പറയുന്ന സെക്ടറുകളെയാണ് നിലവിൽ അവരിപ്പോൾ മികച്ച രീതിയിലുള്ളൊരു പെർഫോമൻസ് രേഖപ്പെടുത്താനുള്ളൊരു സാധ്യതയായിട്ട് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇവയൊക്കെ തന്നെ ഒരു ഡൊമസ്റ്റിക് ഡിമാൻഡിനെ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സെക്ടറുകളാണ്. രാജ്യത്തിൻ്റെ അകത്തുള്ള ഡിമാൻഡുകളും ആയിരിക്കും ഈ ഒരു മേഖലയുടെ ഒക്കെ തന്നെ ഒരു വികാസത്തിൻ്റെ പ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുക. പുറത്തു നിന്നുള്ള അൺസർട്ടനിറ്റീസ് ഒക്കെ തന്നെ ഇവിടെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടും ഈ സെക്ടറുകൾക്ക് സാധിക്കുന്നുണ്ട്. നിലവിലിപ്പോൾ പരിശോധിക്കുമ്പോൾ ആഭ്യന്തരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ മികച്ച രീതിയിൽ തന്നെ നിലനിൽക്കുന്നു. ഇത് വളരെ മികച്ച രീതിയിലുള്ളൊരു GDP ഗ്രോത്ത് ഉണ്ട്. ഇൻഫ്ലേഷൻ പരിശോധിക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ ഒരു നിരക്കിൽ നിലനിൽക്കുന്നു എന്ന പോസിറ്റീവ് കാര്യങ്ങളൊക്കെ തന്നെ നിലവിലിപ്പോൾ ഇന്ത്യൻ ഇക്കോണമിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവാണ്. മുൻപോട്ടുള്ള ഒരു ഗ്രോത്ത് ഔട്ട്ലുക്ക് പരിശോധിക്കുകയാണെങ്കിലും ഒരു മികച്ച ഗ്രോത്ത് തുടരാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു വ്യൂ പോയിൻ്റ് തന്നെയാണ് അവർ പങ്കുവച്ചിരിക്കുന്നത്.